സർ, രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ കാവൽക്കാരൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരാണിപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ, വോട്ടർമാർക്ക് മുന്നിൽ സംശയ നിഴലിൽ നിൽക്കുന്നത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, ഇരട്ട വോട്ടുകൾ, ബൾക്ക് വോട്ട്, ഒരേ മേൽവിലാസത്തിലെയും ഒരേ ഫോട്ടോയിലെയും ഒന്നിലധികം വോട്ടുകൾ, ഇതൊക്കെ ആദ്യമേ ചൂണ്ടിക്കാണിക്കേണ്ടത്, പറയേണ്ടത് കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റാണ് എന്നാണ് കമ്മീഷന്റെ വൃത്തങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ കമ്മീഷനിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് അവരുടെ ജോലിയാണോ? ഇത് അവരുടെ മാത്രം ഉത്തരവാദിത്വമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ള ഒരു മറുചോദ്യം കൂടി ഉയരില്ലേ? ഒരു ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകണമെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ എല്ലാം ചേർന്ന് ഒരു സാഹചര്യം സൃഷ്ടിക്കണം. അതിൽ ഉത്തരവാദപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് ഇത് നടത്തേണ്ട സമിതിയാണ്, അമ്പയറാണ്, റെഫറിയാണ്, ന്യൂട്രൽ ഏജന്റാണ്. അതൊരു ഭരണഘടനാ സ്ഥാപനവുമാണ്. പക്ഷെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് പ്രവർത്തിക്കണമെങ്കിൽ വേണ്ട രീതിയിലുള്ള കൈത്താങ്ങൽ ചുറ്റുപാടൊന്നും വരണം. അതിനുവേണ്ടിയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ ബൂത്ത് ലെവൽ ഏജൻറ്റ്സ് അല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്, അത് ഗവൺമെൻറ് നിയമിക്കുന്ന ഓഫീസേഴ്സ്, ഇവരെല്ലാം ചേർന്ന് നൽകുന്ന ഡേറ്റാബേസ്, ആ ഡേറ്റാബേസ് പരമാവധി പരിശോധിച്ച് ഉറപ്പുവരുത്തി ആണ് ഇലക്ടറൽ റോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്.